ഒരു സഹായനിധിയിലേക്ക് 6ാം ക്ലാസ്സിലെ 40 കുട്ടികൾ ശരാശരി 50 രൂപ വീതവും 5ാം ക്ലാസ്സിലെ 30 കുട്ടികൾ ആകെ 800 രൂപയും കൊടുത്തു. 2 ക്ലാസ്സിലെയും കുട്ടികൾ ഒരുമിച്ചെടുത്താൽ അവരിൽ ശരാശരി ഒരാൾ എത്ര രൂപ കൊടുത്തു? അപ്പോൾ നമുക്കിവിടെ 6ാം ക്ലാസ്സിലെ കുട്ടികളെ ശരാശരി തന്നിട്ടുണ്ട്, കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ക്ലാസ്സിലെ കുട്ടികൾ ടോട്ടൽ എത്ര എമൗണ്ടാണ് കൊടുത്തതെന്ന് കണ്ടുപിടിക്കാം. അതിനായി നമ്മൾ എന്ത് ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി ഈക്വൽ ടു ടോട്ടൽ നമ്പർ എണ്ണം ബൈ നമുക്കറിയാം എന്ത് ശരാശരി ഈക്വൽ ടു ആകെ തുക ബൈ എണ്ണം എന്നാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ശരാശരിയും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ് ടോട്ടലത്തെ തുകയാണ് ഇവർ കൊടുത്തത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരാശരി എണ്ണം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ശരാശരി ഇൻറ്റു എണ്ണം. ഓക്കെ, ഇവിടെ ശരാശരി എത്രയാണ്? 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി 50, കുട്ടികളുടെ എണ്ണം 40. അപ്പോൾ നമുക്ക് 6ാം ക്ലാസ്സിലെ കുട്ടികൾ നൽകിയ തുക എത്രയാണെന്ന് കിട്ടും? 2000 ആണെന്ന് കിട്ടും. നമുക്ക് 2000 ആണെന്ന് കിട്ടും. ഇനി അടുത്തത് 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. 5ാം ക്ലാസ്സിലെ കുട്ടികൾ എത്രയാണ് കൊടുത്തത്? 800 രൂപയാണ് കൊടുത്തത്. എത്ര കുട്ടികളാണ് ഉള്ളത്? അവർ 30 കുട്ടികളാണ്. 30 കുട്ടികൾ, അവർ 30 കുട്ടികളാണുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആകെ ശരാശരിയാണ് ചോദിച്ചത്. എന്താണ് ആകെ ശരാശരിയാണ് ചോദിച്ചത്. ഇപ്പോൾ ആകെ ശരാശരി ആകെ എണ്ണം കിട്ടണം, അതുപോലെ തന്നെ ആകെ തുകയും കിട്ടണം. തുക നമുക്കറിയാം എന്ത്? 6ാം ക്ലാസ്സിലെ കുട്ടികൾ 2000, 5ാം ക്ലാസ്സിലെ കുട്ടികൾ 800 ആണ്. അപ്പോൾ 2000 പ്ലസ് 800 ആകെ തുക കിട്ടി. ആകെ കുട്ടികളുടെ എണ്ണം ഏതൊക്കെയാണ്? 40ഉം 30ഉം. 40 പ്ലസ് 30 ഈക്വൽ ടു 2800 ഡിവൈഡഡ് ബൈ 40, 70. ഈ സീറോയും കട്ട് ചെയ്യാം. 280/70. 280 4 പ്രാവശ്യം പോകും. ഈ സീറോയും നമുക്ക് ആൻസർ ആകെ ശരാശരി 40 എന്ന് കിട്ടും.